ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വന്ന സിഹറിനെ അത് പരിപൂർണമായിട്ട് ബാത്തിലാകുകയും ആരാണോ നിങ്ങൾക്ക് വേണ്ടി ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്തു വെച്ചത്, ഇത്തരം കൂടോത്ര കർമ്മങ്ങൾ ചെയ്തു വെച്ചത്, അവരിലേക്ക് തന്നെ അത് തിരിച്ചു പോകും. നിങ്ങൾക്ക് വന്ന ഇത്തരം വലിയ മാരകമായ സിഹർ പരിപൂർണമായി ബാത്തിലാകും. പിന്നീട് ഒരിക്കലും ഒരാൾക്കും നിങ്ങളെ തൊടാൻ കഴിയൂല. ഒരിക്കലും നിങ്ങളെ മേലെ ഒരാൾക്കും സിഹർ ചെയ്യാൻ കഴിയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള അമല് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. ഏതാണ് ഈ അമല്, എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഏതെല്ലാം ആയത്തുകളും ഏതെല്ലാം സൂറത്തുകളുമാണ് ഇതിൽ കൊണ്ടുവരേണ്ടത് നമുക്കൊന്ന് പഠിക്കാം. ഏത് സമയത്താണ് ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത്, പരിപൂർണമായി നമുക്ക് പഠിക്കാം. ഈ ഒരു മജ്‌ലിസിനെ, ഈ ഒരു ക്ലാസ്സിനെ പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തത, പരിപൂർണമായിട്ടുള്ള രീതി നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആര് നമുക്ക് വേണ്ടി സിഹർ ചെയ്താലും അത് ഏൽക്കാതിരിക്കാൻ, സിഹർ പരിപൂർണമായിട്ട് ബാത്തിലാവാൻ, നമുക്കാരാണോ ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്തു വെച്ചത്, ഇത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്തു വെച്ചത്, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോകാൻ. ഒരു റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞാൽ അത് റിട്ടേൺ വരുന്നത് രൂപത്തിൽ അത് അവനിലേക്ക് തന്നെ റിട്ടേൺ പോകും. ഒരിക്കലും നമ്മൾ അവനിലേക്ക് അത് ചെയ്യുന്നതല്ല, തിരിച്ചേൽപ്പിക്കുന്നതല്ല. നമ്മൾ ഭദ്രമാക്കിയാൽ ഇതിങ്ങോട്ട് ഏൽക്കൂല, അത് അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകും. ഏത് പിശാചിനെയാണോ നമ്മളിലേക്ക് അവർ അയക്കുന്നത് അത് നമ്മളിലേക്ക് തട്ടൂല, അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന അത്ഭുതകരമായിട്ടുള്ള അമല്. ധാരാളം ആളുകളാണ് ഈ അമൽ അറിയാൻ കൊതിക്കുന്നവർ, ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതൊന്ന് ചെയ്തുകൊണ്ട് ഞങ്ങളെ ജീവിതം ഒന്ന് റാഹത്താവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. ഈ ഇടയായിട്ട് സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ടുകൊണ്ട് ധാരാളം ആളുകളാണ് ഇത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വലിയ പ്രയാസത്തിലായവർ, ബിസിനസ് തകർന്നു പോയവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, കുടുംബങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടായവർ. ഒരു സിഹർ ഒരാൾക്ക് ഏറ്റു കഴിഞ്ഞാലുള്ള അടയാളം എപ്പോഴും രോഗങ്ങളായിരിക്കും. എത്ര ആളുകളാണ് സങ്കടം പറയുന്നത്, ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും രോഗങ്ങളാണ്, സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലാണ്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഒരാളെ രോഗം മാറിയാൽ മറ്റൊരാൾക്ക് രോഗം. ഞാൻ എന്തിനെങ്കിലും ഒരു സമ്പത്ത് മാറ്റിവെച്ചാൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ സമയമുള്ളൂ. ഒരാൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അവൻ ഡിസ്ചാർജ് ആയാൽ മറ്റൊരാളെ ഹോസ്പിറ്റലിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വിട്ടുമാറുന്നില്ല, രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, എപ്പോഴും പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിൽ. ഇതൊക്കെ സിഹ്റേറ്റാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. വീട്ടിലൊരു സ്വസ്ഥതക്കേട്, വീട്ടിൽ ഐക്യമില്ലായ്മ, ഭാര്യ ഭർത്താക്കന്മാരിലിടയിൽ ഐക്യമില്ലായ്മ, ഇതൊക്കെ സിഹ്റേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ്. നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള മടി, ഇതൊക്കെ സിഹ്റേറ്റ് കഴിഞ്ഞാലുള്ള ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. പിന്നെ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ സിഹ്റേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ്. ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകളാണ് ബന്ധപ്പെടുന്നത്. ഞങ്ങൾക്ക് സിഹർ ചെയ്ത ആളെ ഞങ്ങൾക്കൊന്ന് തിരിച്ചറിയണം. അതിനുള്ള അമൽ നമ്മൾ പറഞ്ഞിരുന്നു. സിഹർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അമൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ സിഹറിൻ്റെ ഉത്ഭവം എന്ന് വരുന്നത് അസൂയയിൽ നിന്നാണ്. ഒരാൾ നമുക്ക് സിഹർ ചെയ്യൽ അസൂയയിൽ നിന്നാണ് ആദ്യം ഉണ്ടാകുന്നത്. അതും എവിടെ നിന്നാണ്? നമ്മളെ ചോരയിൽ നിന്ന്, നമ്മളെ സഹോദരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സഹോദരികളിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് നമുക്ക് സിഹറിൻ്റെ ഉത്ഭവം ഉണ്ടാവൽ. മറ്റതൊക്കെ വെറും വിരളമാണ്, ചുരുക്കമാണ്. അതായത് അയൽവാസികളിൽ നിന്ന് അതുണ്ടാവൽ, അവരോടെന്തെങ്കിലും അതിര് തർക്കമുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകാം. അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നിന്ന് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പിരിയുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റിപ്പിരിയുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാകാം. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ കാണപ്പെടുന്നത് കുടുംബത്തിൽ നിന്ന്, ചോരയിൽ നിന്ന്, സഹോദരങ്ങളിടയിൽ നിന്നാണ്.
ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അസൂയയുടെ മേൽ ചെയ്തു വെക്കുന്നത്. എങ്ങാനും അവന് ബിസിനസ്സിൽ റാഹത്തായി, അവനക്ക് ഉയർച്ച ഉണ്ടായി, അവനക്ക് വലിയൊരു കാറുണ്ടായി, അവൻ കാറ് വാങ്ങി, അല്ലെങ്കിൽ അവന് നല്ലൊരു വീട് കെട്ടി, അവൻ്റെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായി, മക്കൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ജോലി ഉണ്ടായി. ഇതൊന്നും സഹോദരങ്ങൾക്ക് കണ്ടു നിൽക്കാനോ ക്ഷമിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്കൊരു നേരം പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മളെ വളർച്ചയിൽ അസൂയമൂത്ത് എങ്ങനെങ്കിലും അവനെ നിർത്തണം, അല്ലെങ്കിൽ എങ്ങനെങ്കിലും അവളെ ഒന്ന് ഇരുത്തണം. നാത്തൂൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ മൂത്തച്ചി വിചാരിക്കുകയാണ് ഇളച്ചിയെ പറ്റി, അല്ലെങ്കിൽ ഇളയച്ചി വിചാരിക്കുകയാണ് മൂത്തച്ചിയെ പറ്റി, എങ്ങനെങ്കിലും അവളെയും കുടുംബത്തെയും ഒന്ന് ഇരുത്തണം, എന്നിട്ടൊന്ന് സന്തോഷം ഉണ്ടാവണം. എനിക്കിത് കാണാൻ വയ്യല്ലോ, ഞങ്ങൾ വലിയ തകർച്ചയിലാണ്, ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, ഇക്കാക്ക് ജോലിയില്ല, ഒന്നുമില്ല, അവരിങ്ങനെ ഉയർന്നു പോവാണ്, അതും നമ്മുടെ കൺമുന്നിൽ. ഒന്ന് മാറി നോക്കി, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഏട്ടനിവിടെ, അനിയനും അനിയൻ്റെ ഭാര്യയും വേറെ സ്ഥലത്ത് ദൂരെ, കോഴിക്കോടാണെങ്കിൽ മറ്റാൾ എറണാകുളത്ത്, ഒരു പ്രയാസം ഉണ്ടാവില്ല. കൺമുന്നിൽ കാണുന്നില്ലല്ലോ. ഇത് കൺമുന്നിലുണ്ടാകുമ്പോൾ, ഒരു വളപ്പിലുണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നത്. നമ്മൾ കൂടുതലായിട്ട് വലിച്ചു നീട്ടി പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ഇത് അവസ്ഥ വരുന്നത് എന്ന്. അസൂയയിൽ നിന്നാണ് ആദ്യം സിഹർ ഉത്ഭവിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ദേഷ്യത്തിൽ നിന്നും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിര് തർക്കത്തിൽ നിന്ന്, ബിസിനസ്സിലുള്ള വിള്ളലുകളിൽ നിന്ന്, അതൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അതൊക്കെ രണ്ടാമതും മൂന്നാമതുമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ആദ്യം ഉണ്ടാകുന്നത് അസൂയയിൽ നിന്നാണ്. ഇത് സിഹർ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവല്, ഇതിലേക്ക് കടക്കൽ, ഇതിലേക്ക് അവൻ മണ്ടൽ അല്ലെങ്കിൽ അവൾ മണ്ടൽ അസൂയയിൽ നിന്നാണ്. ഈ സിഹറെല്ലാം ബാത്തിലാവണം അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? നമുക്ക് വന്ന ഈ ബുദ്ധിമുട്ട്, ഈ ഒരു സിഹറിൻ്റെ പ്രയാസങ്ങൾ എല്ലാം പരിപൂർണമായിട്ട് ബാത്തിലാവണം, എല്ലാം റാഹത്താവണം, തടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം അല്ലേ? നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, മക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് എല്ലാവരും ഇരുത്തിക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ചാൽ പരിപൂർണമായിട്ട് നിങ്ങൾക്കത് ബാത്തിലാക്കാൻ കഴിയും. പരിപൂർണ രീതിയിൽ അത് ബാത്തിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാണ് അമലെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ സമീപിക്കുന്നവർ. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഇനി കൺസൾട്ടിങ്ങുള്ള വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല്? ആദ്യം ഈ കുറച്ച് കാര്യങ്ങൾ എടുക്കുക. ഒരു പൊതിയെടുത്തൊരു പേപ്പർ എടുത്തിട്ട് ഒരു 7 ചുവന്ന മുളക് നെട്ടി പൊട്ടാതെ, അറിയാലോ മുളക് പൊടിയാക്കാൻ പൊടിപ്പിക്കുന്ന ആ മുളകില്ലേ, ചുവന്ന മുളക്, ഉണക്കമുളക്, അതൊരു 7 എണ്ണം എടുക്കുക, നെട്ടി പൊട്ടാതെ 7 എണ്ണം ഈ പേപ്പറിൽ വെക്കുക. പിന്നെ കുറച്ച് കരിഞ്ജീരകം കുറച്ചെടുക്കുക. പിന്നെ 7 മണി ഉപ്പ്, കല്ലുപ്പ്, 7 കടുക്, പിന്നെ കുറച്ച് കിരിയാത്ത. അത് നമുക്ക് സ്റ്റോറുകളിൽ നിന്ന്, കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് പച്ചമരുന്ന് വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. കിരിയാത്ത, മലര് അറിയുന്നവരുണ്ടാകാം, ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം. പച്ചമരുന്ന് വെട്ടുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് ഒരു 5 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 10 ഗ്രാമോ രണ്ടും വാങ്ങിയിട്ട് ഒരു 10 രൂപക്ക് രണ്ടും കൂടി വാങ്ങിയിട്ട് ഈ ഒരു പൊതിക്ക് ഈ രൂപത്തിലാക്കുക. അത് വെള്ള ശീലയിലോ അല്ലെങ്കിൽ ചുവന്ന ശീലയിലോ നമുക്കാക്കാം. ഒരു കീ രൂപത്തിലാക്കിയിട്ട് ആദ്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത്, വത്തബഉമാത്തുൽ ശയാത്തീനും തുടങ്ങുന്ന അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഒരു പ്രാവശ്യം ഓതുക. പിന്നീട് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം, സൂറത്തുൻ നാസ് 3 പ്രാവശ്യം. ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ 99-ാമത്തെ അധ്യായം, ഏതാണ് അധ്യായം? സൂറത്തുൽ സൽസല, അത് 3 പ്രാവശ്യം ഓതുക. അതിൽ 6-ാമത്തെ ആയത്തിലെ അഷ്താത്തൻ എന്ന് വരുന്ന ഭാഗത്ത് 33 പ്രാവശ്യം ആവർത്തിക്കുക. ഈ 3 പ്രാവശ്യം ഓതുമ്പോഴും 33 പ്രാവശ്യം ആവർത്തിക്കണം. അഷ്താത്തൻ എന്ന ഭാഗം 33 പ്രാവശ്യം ആവർത്തിക്കുക. അത് പരിപൂർണമായിട്ട് എപ്പോഴും നമ്മളെ കയ്യിൽ എന്തുണ്ടാവണം? എല്ലാവരും ഇരുത്തണം. വീട്ടിലെല്ലാവരും ഇരുത്തിയിട്ട് നമ്മളെ കയ്യിൽ ഈ കീ, ഞാൻ നേരത്തെ പറഞ്ഞ
ഈ കാര്യങ്ങൾ വെച്ച് ഈ കീ ഉണ്ടാവണം, ഈ ഒരു കീ ഉണ്ടാവണം. എന്നിട്ടിത് 3 പ്രാവശ്യം സൂറത്തുൽ സൽസല പാരായണം ചെയ്ത് 6-ാമത്തെ ആയത്തിലെ അഷ്താത്തൻ എന്ന ഭാഗം, അഷ്താത്തൻ മാത്രം, 6-ാമത്തെ ആയത്തല്ല, ഈ അഷ്താത്തൻ 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 എന്ന് 33 പ്രാവശ്യം ആവർത്തിച്ച് പറയാം. എന്നിട്ട് പരിപൂർണമായിട്ട് സൂറത്തുൽ സൽസല പാരായണം ചെയ്യാം. അത് 3 പ്രാവശ്യം ഓതുമ്പോഴും അഷ്താത്തൻ എന്ന് ആവർത്തിച്ച് പറയണം. ഇതിങ്ങനെ കൂടുതലായിട്ട് ഞാൻ പറയാനുള്ള കാരണം മറന്നു പോകരുത്, ഇതിന് പിന്നെ സംശയങ്ങൾ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ്. പിന്നീട് ഈ ഒരു ആയത്ത് ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഈ ഒരു ആയത്ത് 11 പ്രാവശ്യം ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ്സമീഉൽ അലീം എന്ന ഈ ഒരു ആയത്ത്, എന്തായത്ത്? ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ്സമീഉൽ അലീം എന്നൊരു ആയത്ത് 11 പ്രാവശ്യം ഓതി ഈ കീയിൽ ഒരു 3 പ്രാവശ്യം ഇഷ്ഫി 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 എന്ന് മന്ത്രിച്ച് എല്ലാവരും ഒരു 3 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. ഇടത്തുനിന്ന് വലത്തോട്ട് 1 2 3 വീട്ടിലെല്ലാവരും ഒഴിഞ്ഞെടുത്തിട്ട് ഈ ഒരു കീ അടുപ്പിലിട്ടിട്ട് കരിയിക്കുക, അടുപ്പിലിട്ടിട്ട് തീയിലിട്ടിട്ട് കരിയിക്കുക. ഈ ഒരു കരി കോരിയെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിയങ്ങ് കളയാം. അതോടുകൂടി പരിപൂർണമായിട്ടത് ബാത്തിലാകും. സിഹറിൻ്റെ പ്രയാസങ്ങൾ പരിപൂർണമായി ബാത്തിലാകുകയും നമ്മളിലേക്ക് വന്ന് ഈ ഒരു ബുദ്ധിമുട്ട് അത് തിരിച്ചു പോവുകയും ചെയ്യും. നമ്മൾ തിരിച്ചയക്കുന്നതല്ല, ഒരാരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട, നമ്മളെ പ്രയാസം നമ്മൾ മാറിയാൽ മതി. ആരെയും ഇത് ഓതുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യരുതെന്നാ. ഈ കർമ്മം ചെയ്യുന്ന സമയത്ത്, ഈ ഒരു അമല ചെയ്യുന്ന സമയത്ത് നമ്മളെ സംശയമുള്ള ഒരാളെയും നമ്മൾ മനസ്സിൽ കരുതരുത്. ഇത് അവനക്ക് തന്നെ എത്തട്ടെ, ഇത് അവൾക്ക് തന്നെ എത്തട്ടെ, ഇത് അവൾക്ക് തന്നെ എത്തട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ പ്രയാസം മാറിയാൽ മതി, നമ്മളെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറിയാൽ മതി, അല്ലേ? അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരാളിലേക്ക് നമ്മൾ തിരിച്ചയക്കരുത്. ഇപ്പോഴുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞത് നാത്തൂനാണെന്ന് ചെയ്തെന്ന് നമ്മളിങ്ങനെ വിചാരിക്കാം, മനസ്സിൽ വിചാരിച്ചിട്ട് അവളെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മൾ മണ്ടുകയാണ്, ആരടുത്തേക്കെങ്കിലും മണ്ടുകയാണ് അവൾക്കൊരു പണി കൊടുക്കാൻ. ഈ ഒരു നാത്തൂന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവും, എന്തെങ്കിലും പ്രയാസം വന്നിട്ട് നമ്മൾ ഉടക്കിലായിരിക്കും. പക്ഷേങ്കിൽ ഇവരറിയുക പോലും ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനൊരു കാര്യം ചെയ്തു പോലും ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മളത് സിഹറാണെന്നും അവളാണത് ചെയ്തതെന്നും നമ്മൾ മനസ്സിലുണ്ട് ഉറപ്പിക്കുകയാണ്, നീയത്ത് വെക്കുകയാണ്. എന്നിട്ട് മണ്ടുകയാണ് ആരടുത്തെങ്കിലും അവളെ പ്രയാസപ്പെടുത്താൻ നമ്മളെ പ്രയാസം മാറുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ പകവച്ചത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ട് മാറുമോ? നമ്മളെ ബുദ്ധിമുട്ട് മാറില്ല. നമ്മൾ ഹറാം ചെയ്യാൻ ഇങ്ങനെ മണ്ടുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ കഴിച്ചിലാവൂല. ഇതൊക്കെ പകയുടെ മേലിലാണ്. അസൂയമേളിൽ ചെയ്തു വെക്കുക, അസൂയ മൂത്ത് അവർക്ക് വേണ്ടി ഉപദ്രവം ഉണ്ടാക്കുക. എന്നിട്ടാണെങ്കിലോ അവനെ പക ചെയ്യാൻ, അവനെ ഒന്ന് വൈക്കിരുത്താൻ ഇവള് മണ്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പക. കുടുംബത്തിൽ കാണുന്നതാണിത്. എല്ലാവരും ഇതിൻ്റെ പിന്നിലാണ്, സിഹറിൻ്റെ പിന്നിലാണ്. എങ്ങനെയെങ്കിലും തകർക്കണം, ഇരുത്തണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്, നെട്ടോട്ടത്തിലാണ്. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ, ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ, നീ കാവലിലാക്കണം അല്ലാ. ഈ ഒരു അമൽ ഇൻഷാ അല്ലാ ഒരു 10 മിനിറ്റ് മതി. ഏത് സമയത്താണ് ചെയ്യേണ്ടത്? ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ചെയ്യേണ്ടത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഇത് ചെയ്യ്. ഒരു 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒറ്റ ദിവസം ചെയ്താൽ മതി. അത് ബാത്തിലാകുകയും ആരാണോ നിങ്ങളിലേക്ക് ഇത്തരം പ്രയാസങ്ങൾ ചെയ്തു വെച്ചത് അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോകും. നമ്മളത് ആഗ്രഹിക്കണ്ട, ആരും ആഗ്രഹിക്കണ്ട, പക്ഷെ തിരിച്ചു പോകും. ഇത് അങ്ങനെയുള്ളൊരു അമലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യാം. ഇത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം നടത്താനുള്ളത്, നമ്മളെ 5:45 മജ്ലിസ്, ഈ ഒരു മജ്ലിസിൽ തന്നെ 5:45 എല്ലാവരും പങ്കെടുക്കുക. ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.